ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ്, ഫീലിങ്സ് എന്താണ് എന്നൊക്കെയുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ തന്നെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത് ഡെത്ത് കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. ഇത് ഒരു റീബേർത്തിൻ്റെ കാർഡാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡെത്ത് കാർഡ് വന്നു, റീബേർത്ത് ആണ്. മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു റീബേർത്ത് നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ റീബേർത്ത് എന്ന് പറയുമ്പോൾ റിയൂണിയൻ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പം സെപ്പറേഷനിലായിരിക്കാം, ഒരു എൻഡിങ്ങിൻ്റെ ഫേസിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. സോ അവിടെ നിന്നും ഒരു ചേഞ്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു കാർഡ് താഴെ പോയിട്ടുണ്ട്, അത് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. സോ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണത്. ഓക്കെ, അതായത് ഒരു ഫുൾഫിൽമെൻറ്റ് കാണിച്ചു തരുന്നതാണ്. 10 എന്ന് പറയുന്നത് പൂർത്തീകരണത്തിൻ്റെ നമ്പറാണ്. സോ ഒരു പൂർത്തീകരണം അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോവാണ് എന്നുള്ളതാണ്. ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. എഗെയിൻ ആൻഡ് എഗെയിൻ കൺഫർമേഷൻ ആണ്. ഇത് നിങ്ങളുടെ ഡ്രീം കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസിലായിരിക്കാം നിൽക്കുന്നുണ്ടാകുക. നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ് ഓർ നിങ്ങൾ അബ്രോഡ് ആയിരിക്കാം. ഒരു ഡിസ്റ്റൻസ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുമായിരിക്കാം. ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കാം. അപ്പം നിങ്ങളുടെ സ്വപ്നം എന്താണോ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് പൂർത്തീകരിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ട്രൂ ആകാൻ പോവാണ്, സത്യമാകാൻ പോവാണ് എന്നുള്ള രീതിയിലാണ്. സോ നിങ്ങളുടെ ഇതിൽ എന്തൊക്കെയോ പോസിറ്റീവ് ചേഞ്ചുകൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെ കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെയാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് റിയൂണിയൻ പോസിബിലിറ്റി ആണ്. നിങ്ങൾ മാരേജിൻ്റെ വക്കിലൊക്കെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് മാരേജിലേക്ക് തന്നെ എത്തിപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാകും എന്നുള്ളത്. പേജ് ഓഫ് സോട്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു ക്യൂരിയോസിറ്റി ആണ് ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, യൂണിവേഴ്സിനായാലും നിങ്ങളുടെ പേഴ്സൺ ആയാലും. ഓക്കെ, അതായത് ഇത് എവിടെ എത്തും എന്നുള്ള ക്യൂരിയോസിറ്റി ആയിരിക്കാം. ഈ റിലേഷൻഷിപ്പ് എവിടെ എത്തിപ്പെടും എന്നുള്ള ക്യൂരിയോസിറ്റി ആയിരിക്കാം. എന്തൊക്കെയോ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഇൻസ്പയർഡ് ആണ് നിങ്ങളുടെ ഈ ബന്ധം എന്നുള്ള രീതിയിൽ അത്രയും ഡീപ്പ് കണക്ഷൻ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് വാണ്ട്സിന് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു പേടി ഉണ്ടായിരുന്നു. ഈ റിലേഷൻഷിപ്പ് നിലനിൽക്കുമ്പം ചുറ്റിനുമുള്ള ആളുകളെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു എക്സ്ട്രാ മറിറ്റിലൊക്കെ ആണെങ്കിൽ ഒരു പേടി ഉണ്ടായിരുന്നു. ആ ഒരു പേടി ഇപ്പോൾ ഫിയർലെസ് ആണ് കാണിക്കുന്നത്. അതായത് ആ പേടി ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം ഹാർട്ട് ടു ഹാർട്ട് കണക്ട് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും, എങ്ങനെ വേണമെങ്കിലും. അതായത് ചിലപ്പം നിങ്ങളുടെ പേഴ്സൺ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുമായിരിക്കാം, നിങ്ങളുടെ ഇടയിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇപ്പം ഫിയർലെസ് ആയിട്ടാണ് കാണിക്കുന്നത്. പേടിയില്ലാത്ത ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. ചേഞ്ചിന്റെ കാർഡാണ്. നിങ്ങളുടെ ഇത്രയും നാളും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾ നിന്നു എന്നുണ്ടെങ്കിൽ ഇനി അത് ചേഞ്ചിലേക്ക് സംഭവിക്കാൻ പോവാണ്. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻസ് ഒക്കെ മാറിപ്പോവാണ്. വീൽ ഓഫ് ഫോർച്യൂൺ, സമയം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ഈ റിലേഷൻഷിപ്പ് എത്തിപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. കാർമിക് സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു. കാർമിക് സ്റ്റേജിലൂടെയൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജും ഇവിടെ എൻഡഡ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾക്കും ഇത് എൻഡഡ് ആണ്. ഇപ്പം ഒരു പോസിറ്റീവ് ചേഞ്ചിൻ്റെ സമയമാണ്. എന്താണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്? മജീഷ്യൻ്റെ എനർജിയാണ്. വളരെയധികം അട്രാക്ഷൻ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. ഓക്കെ, അതായത് വളരെയധികം അട്രാക്ഷൻ എന്ന് പറയുമ്പം വളരെ കാന്തം അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നത് പോലെയുള്ള അത്രയും തരത്തിലുള്ള ഒരു അട്രാക്ഷൻ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. മജീഷ്യൻ്റെ എനർജി വരുമ്പോൾ മാനിഫെസ്റ്റേഷനാണ്. ചിലപ്പം നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. മാനിഫെസ്റ്റേഷൻ സ്പെൽ അങ്ങനെയുള്ള എന്തെങ്കിലും വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇത്. അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം അതിവിടെ വർക്ക്ഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം മാനിഫെസ്റ്റഡ് ആവുന്നുണ്ട് ഈ ഒരു റിലേഷൻ, ഈ ഒരു ലവ് എന്നുള്ളത്.
അത് ആ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. വളരെയധികം അങ്ങോട്ട് തോന്നുന്ന അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഒരു സെലിബ്രേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഡേറ്റിംഗ് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് 3 ഓഫ് കപ്സിന്റെ എനർജി വരുമ്പോൾ ഇത് സെലിബ്രേഷൻ എൻജോയ്മെന്റിന്റെ കാർഡാണ്. നിങ്ങൾ ചിലപ്പം ഒരു തേർഡ് പാർട്ടീനെ പോലെ കയറി ചെന്നിട്ടുള്ള ഒരാളായിരിക്കാം. അതായത് ഒരു എക്സ്ട്രാ മരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളത്. ഇവിടെ എന്താണെങ്കിലും ഇവിടെ ഒരു സെലിബ്രേഷൻ ഒരു ഡേറ്റിംഗ് കാര്യങ്ങൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടെങ്കിലും കോണ്ടാക്ട് ഇല്ലെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഈ ഒരു ബന്ധം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് ആവാൻ പോവാണ്, അല്ലെങ്കിൽ സെക്യൂർഡ് ആവാൻ പോവാണ് എന്നുള്ളതാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ് നിങ്ങളുടെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത്രയും നാളും പല പ്രശ്നങ്ങളും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതൊക്കെ ഒരു ബൗണ്ടറിയിലേക്ക് പോവാൻ പോവാണ്. അതായത് നിങ്ങൾ രണ്ടും നിലയ്ക്ക് ബാക്കിയെല്ലാം ഒരു ബൗണ്ടറി സെറ്റിംഗ് പോലെ ആയിട്ട് ഇനി പ്രശ്നങ്ങൾ വരാത്ത രീതിയിലൊരു ബൗണ്ടറി ഉണ്ടാവാൻ പോവാണ്, സെക്യൂർഡ് ആവാൻ പോവാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇത് നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കാം. 5 ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങൾ തമ്മിൽ പല ആർഗ്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു ഈക്വാലിറ്റിയിലേക്ക് വരാൻ പോവാണ്. അതായത് ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നു, നിങ്ങളൊരു തീരുമാനം എടുക്കുന്നു, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഈക്വാലിറ്റിയിലേക്ക് വരാൻ പോവാണ്. ഇത് 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പിൽ ഒരു മിസ്സിങ് എനർജി ഉണ്ടായിരുന്നു, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഈ പേഴ്സണ് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇപ്പം അവർക്ക് ആ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതായത് ചുറ്റിനും എത്ര ആളുകൾ ഉണ്ടെങ്കിലും അവരൊരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു പ്രസൻസ് ഇല്ലായ്മ, എന്തോ ഒന്ന് മിസ്സിങ് എന്നുള്ള രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഡിസപ്പോയിന്റ്മെന്റ് തോന്നുന്നതാണ്. മേ ബി നിങ്ങൾ തമ്മിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാകാം, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാകാം. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഹെർമിറ്റും വന്നിട്ടുണ്ട്. ഇത് രണ്ടും സെൽഫ് ലവിന്റെ കാർഡാണ്. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെൽഫ് ലവ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകാം. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പ്രിയോറിറ്റി കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാകാം. അപ്പോഴായിരിക്കാം നിങ്ങൾക്ക് ഈ ചേഞ്ചുകളെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക. നിങ്ങളുടെ പേഴ്സൺ എന്തായാലും മെഡിറ്റേഷൻ പോലെയുള്ള സെൽഫ് ലവ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരിത് റിലേഷൻഷിപ്പിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതായത് സ്പിരിച്വാലിറ്റി കണക്ട് ആവുക. സ്വയം നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ സ്പിരിച്വാലിറ്റി കണക്ട് ആവുക. സോ ഈ പേഴ്സൺ അത് അങ്ങനെ ആയി എന്നുള്ളതാണ്. അതായത് അവരുടെ ഇപ്പം നമ്മൾ നേരത്തെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നു, അതൊരു ചേഞ്ചിന്റെ കാർഡാണ്. കാർമിക് സെക്ഷൻ ഒക്കെ കഴിഞ്ഞു വരികയാണെങ്കിൽ അതൊരു ചേഞ്ചിന്റെ കാർഡാണ്. സോ ഇത് ഇവരുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. ഈ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വയം ഇമ്പോർട്ടന്റ് കൊടുക്കാൻ എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇത്രയും നാളും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി തീരുമാനം എടുത്തിട്ടുണ്ടാവാം, നിങ്ങൾ ആ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾക്കും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിക്ക് മറ്റുള്ളവരെടുക്കുന്ന തീരുമാനമല്ലാതെ സ്വയം ഡിസിഷൻ എടുക്കാൻ ആ വ്യക്തിയും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് അതൊരു സെൽഫ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണത്. ഓക്കെ, അത് ആ പേഴ്സൺ ഇപ്പം സംഭവിച്ചിട്ടുണ്ട്. ഈ ചേഞ്ചുകളെല്ലാം നിങ്ങൾക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം, ഏകദേശം ഡിലേ ആണോ എന്നുള്ളത് നോക്കാം. ഹാങ്ഡ് മാൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു സ്റ്റക്ക്ഡ് പോലത്തെ എനർജി, അതായത് ചേഞ്ചുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു ആക്ഷനിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് സ്ലോ ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാവുന്നത്. ഇവരുടെ പോസിറ്റീവ് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. നിങ്ങൾക്കിതൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലവ് റിലേഷൻ തന്നെ ആയി മാറും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ സ്ലോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അതിന്റെ എക്സ്പീരിയൻസസ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ തന്നെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. സോ കാരണം ആ ഒരു റീസൺ ആണ് നിങ്ങൾക്ക് പോസിറ്റീവ് ചേഞ്ചുകൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുതരുന്നത്, ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുതരുന്നത്. ഇനി നമുക്ക് സോഡിയക് സൈൻ നോക്കാം. അക്യൂറിയസ് വന്നിട്ടുണ്ട്, ക്യാൻസർ വന്നിട്ടുണ്ട്, ജെമിനി വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, ടോറസ്, ലിയോ വന്നിട്ടുണ്ട്, അക്യൂറിയസ്, ജെമിനി അഗെയിൻ, കാപ്രിക്കോൺ അഗെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള സോഡിയക് സൈൻ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. സോഡിയക് സൈൻ ഇല്ലാത്ത ആളുകൾക്കും ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റെസനേറ്റ് ആവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.